20 വർഷം മുൻപ് നേരിട്ട അതേ ആശങ്കയാണ് ഇന്ത്യ ഇന്ന് നേരിടുന്നതും. 1999 കാർഗിൽ യുദ്ധത്തിനിടെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽപ്പെട്ട വ്യോമസേന പൈലറ്റ് നജികേതയുടെ മുഖമാണ് ഇപ്പോൾ വീണ്ടും തെളിയുന്നത്. ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് 8 ദിവസങ്ങൾക്ക് ശേഷമാണ് നജികേതയെ പാകിസ്ഥാൻ മോചിപ്പിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ധീരമുഖം 1999 കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ 26 വയസ്സായിരുന്നു കമ്പംപതി നജികേതയ്ക്ക്. 9ാം നമ്പർ വ്യോമസേനാ വ്യൂഹത്തിലെ അംഗം, ജമ്മു കശ്മീരിലെ ബത്താലിക് സെക്ടറിന്റെ ചുമതല. 1999 മെയ് 27 ചെറുത്തുനിൽപ്പിനിടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ സാങ്കേതിക തകരാർ സംഭവിച്ച് MiG-27 വിമാനത്തിൽ നിന്ന് നജികേത സ്വയം നിലത്തിറങ്ങി. ഇന്ത്യൻ അതിർത്തിക്കപ്പുറം ബത്താലിക് സെക്ടറിലായിരുന്നു അപ്പോൾ നജികേത. പുറത്തിറങ്ങി അവസാന വെടിയുണ്ടയും തീരും വരെ ശത്രുക്കൾക്ക് നേരെ നിറയൊഴിച്ചു. 2 മണിക്കൂറിന് ശേഷം പാക് സൈന്യം നജികേതയെ പിടികൂടി ഹെലികോപ്റ്ററിൽ റാവൽപിണ്ടിയിലെ ജയിലിൽ എത്തിച്ചു. കാർഗിൽ യുദ്ധത്തിലെ ആദ്യ യുദ്ധ തടവുകാരൻ. ജയിലിൽ പാക് സൈനികരുടെ ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയനായി. പാക് വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന കൈസർ തുഫൈൽ ഇടപെട്ടതോടെയാണ് മർദ്ദനം അവസാനിച്ചത്. ഒടുവിൽ 8 ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 3 നജികേതയെ വാഗ അതിർത്തിയിൽ വെച്ച് ഇന്ത്യക്ക് കൈമാറി. റെഡ് ക്രോസ് അന്താരാഷ്ട്ര കമ്മിറ്റി വഴിയായിരുന്നു കൈമാറ്റം. 2003 നജികേതയ്ക്ക് വീണ്ടും വിമാനം പറത്താൻ അനുമതി ലഭിച്ചത്. പാക് കസ്റ്റഡിയിൽ കഴിഞ്ഞ നാളുകളെക്കുറിച്ച് പിന്നീട് നജികേത പറഞ്ഞത് ഇങ്ങനെ: ആ ദിവസങ്ങളെ വാക്കുകളിലൂടെ വിശദീകരിക്കുക സാധ്യമല്ല. മരണമായിരുന്നു അതിലും ഭേദം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.